നമ്മൾ വെബ് ആപ്ലിക്കേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് സെർവറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ സെർവറിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യാറുണ്ട് അല്ലേ? ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അജാക്സ് കോഡും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ്, ഈ ഒരു ഡാറ്റ ഫെച്ച് ചെയ്യുന്ന പ്രോസസ്സിൽ എൻ്റയർ പേജ് റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പേജ് റീലോഡ് ചെയ്യാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഡാറ്റ ഫെച്ചിങ്ങും ഡാറ്റ പോസ്റ്റിങ്ങും ഒക്കെ നടന്നോളും. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫേസ്ബുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഡൈനാമിക് ആയിട്ട് പോസ്റ്റുകൾ ഇങ്ങനെ ലോഡ് ചെയ്യാറില്ലേ? അത് നമ്മൾ എൻ്റയർ പേജ് റീലോഡ് ചെയ്തിട്ടാണോ വരുന്നത്? അല്ലല്ലോ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതല്ലേ. അതുപോലെ നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ പേജ് റിഫ്രഷ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻസ് എടുത്തിട്ട് വരൂലേ. XML HTTP റിക്വസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ട്രഡീഷണൽ JS അജാക്സ് റിക്വസ്റ്റ് ചെയ്യുന്നത്. JSON ആണ് കൂടുതലായിട്ടും ഡാറ്റ എക്സ്ചേഞ്ചിന് യൂസ് ചെയ്യുന്ന ഫോർമാറ്റ്.